എഡിസൺ ബാബു വെറും ഒരു വിൽപ്പനക്കാരൻ മാത്രമായിരുന്നില്ല. ഡാർക്ക് വെബിലെ ഏറ്റവും വിശ്വാസ്യതയുള്ള സെല്ലർമാർക്ക് കൊടുക്കുന്ന ലെവൽ 4 പദവി ലഭിച്ച ഏക ഒരു മലയാളി കൂടിയാണ് ഇയാൾ. കെറ്റാമിൻ എന്ന് പറയുന്ന മയക്കുമരുന്നിന്റെ വിൽപ്പനയിലൂടെയാണ് കെറ്റാമിലോൺ എന്ന് പറയുന്ന വിളിപ്പേര് ഇയാൾ സ്വീകരിക്കുന്നത്. UK ഡോക്ടർ സ്യൂസ് പോലുള്ള അന്താരാഷ്ട്ര ഡ്രഗ് കാർട്ടലുകളിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്നുകൾ ഇന്ത്യയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ശേഷം മൂവാറ്റുപുഴയിലെ തന്റെ വീട്ടിലിരുന്ന് ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിലെ പാർട്ടികളിലേക്ക് കെറ്റാമൈൻ പോലുള്ള മയക്കമരുന്നുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. പോലീസിനെ വെട്ടിക്കാൻ എഡിസൺ ഉപയോഗിച്ചത് അതിഭയങ്കരമായ ബുദ്ധിയാണ്. KITES കെർണൽ ഇൻട്രൂഷൻ ട്രേസ് എലിമിനേഷൻ സിസ്റ്റം എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതുപയോഗിച്ചാൽ കമ്പ്യൂട്ടറിൽ ഒരു തെളിവുകളും അവശേഷിക്കുന്നതായിരിക്കില്ല. അതുമാത്രമല്ല, പണം കൈമാറാൻ വേണ്ടി മൊണോറോ പോലുള്ള ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത ക്രിപ്റ്റോ കറൻസികൾ കൂടെ യൂസ് ചെയ്യുമ്പോൾ ടോട്ടലി അൺട്രേസബിൾ ആയി മാറുകയാണ്. ഇവിടെ ഏകദേശം 3 കോടി